ഫ്രണ്ട്സ്, കുട്ടി ബേബീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ഇന്നും വരുന്നത് ഓരോ കുക്കിംഗ് വീഡിയോ ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ ഇന്നും എൻ്റെ വീഡിയോ കുക്കിംഗ് വീഡിയോ തന്നെയാണ്. അപ്പോൾ സാധാരണക്കാർക്കുടെ വീടുകളിൽ ഉണ്ടാകുന്ന സാധാരണ ഒന്നോ രണ്ടോ കറികളൊക്കെ തന്നെയുള്ളൂ എൻ്റെ വീട്ടിലും ഉള്ളത്. അപ്പോൾ ആ കറികൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാനിന്ന് വരുന്നത്. ഇന്നത്തെ എൻ്റെ ഒഴിച്ചുകൂട്ടാൻ ഇതാണ്. കത്തിരിക്ക് ഒരു പച്ചമുളകും കൂടെയാണ് ഇവിടെ ഞാൻ വെളുക്ക് വരട്ടിക്കകത്ത് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് വാടുമ്പോൾ ശകലേ കാണത്തുള്ളേ. അപ്പം നമ്മൾ ഉപ്പ് ഒരുപാട് ഇടരുതുണ്ട്. സ്ഥിരം വെക്കുന്നവർക്കാകുമ്പോൾ ഒരു കണക്ക് അറിയാമല്ലോ. നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് രണ്ട് സൈസ് മീനാണുള്ളത്. ഒന്ന് മത്തി കൊട്ടാരക്കര മത്തി എന്ന് പറയും, ഇവിടെ ചാള എന്ന് പറയും. പിന്നെ ചൂരയും ആണ് ഉള്ളത്. നമുക്ക് മത്തി പാത്രത്തിലേക്ക് വാരിയിടുക. ഇതിലാണ് ഞാനിപ്പോൾ കറി വെക്കാനേ പാത്രം. അപ്പോൾ അതിലേക്ക് ഞാൻ മത്തി വാരിയിടുകയാണ്. ഒരു 5-6 മത്തി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ പച്ചമുളക്, മുരിങ്ങയ്ക്ക, മാങ്ങ, ഇത് ഇത്രയും കൂടെ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇവിടെ അരി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മത്തിയിലിടാം. ഇതിനു വേണ്ടി അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട്: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പുളി, കൊച്ചുള്ളി, ഉലുവപ്പൊടി, ഇത് ഇത്രയും കൂടെ ഞാൻ അരച്ച് വെച്ചതാണ്. തേങ്ങയും ചേർത്ത് ഇതിലേക്ക് തട്ടിയിടാം. കറിവേപ്പില വെക്കാം. ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് അടപ്പിൽ വെക്കാമേ. ഒരടപ്പ് പാത്രം വെച്ച് നമുക്കത് അടച്ചെടുക്കാം. മുളക് പൊടി ചൂടാക്കാനാണ്. കറിക്ക് ആവശ്യമായ മുളക് പൊടി ഓരോരുത്തരുടെ എരിയുടെ അനുസരിച്ചാണ്. അതിന് പകുതി മല്ലിപ്പൊടി. നല്ലതുപോലെ ചൂടാക്കുക. ഈ മുളക് ഞാൻ ഇവിടെ ചൂടാക്കി എടുക്കുന്നത്. അടുത്ത എനിക്ക് രണ്ടാമതുള്ള മീൻ എന്ന് പറയുന്നത് ചൂരയാണ്. ഈ കുട്ടിച്ചൂരയ്ക്കുള്ള കറിക്കൂട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. മുളക് വറുത്ത് പച്ചയ്ക്ക് തേങ്ങ അരച്ചാണ് ചേർക്കുന്നത്. ഞാൻ അരച്ച് വെച്ചിരിക്കുന്നത് തേങ്ങ, പുളി, കൊച്ചുള്ളി, ഇത് മൂന്നും കൂടെ അരച്ച് വെച്ചിരിക്കുകയാണ്. ബാക്കിയെല്ലാം നമ്മൾ ചൂടാക്കിയാണ്, ചട്ടിയിൽ ചൂടാക്കിയതിന് ശേഷം ഈ അരച്ച് വെച്ചിട്ട് കൂട്ട് തട്ടിയിടുന്നത്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ആവശ്യമായ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മുരിങ്ങയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മുരിങ്ങയ്ക്ക് അരിഞ്ഞു വാരി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് നമുക്ക് തട്ടിയിട്ട് കൊടുക്കാം. കറി ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. അതുപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിവിടെ വെട്ടി കഴിയൊക്കെ വെച്ചേക്കുന്നുണ്ട്. ചൂര ഉണ്ടല്ലോ, ചൂര ഇങ്ങനെ പറക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഞങ്ങൾക്ക് നല്ല മഴയുണ്ട് കേട്ടോ. നല്ല മഴ പെയ്യുന്നതായിട്ട് ഇരുട്ട് കയറി കിടക്കുന്ന നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇനി ഒരു മൂടി വെച്ച് ഒരു അടപ്പ് വെച്ച് നമുക്ക് അടച്ച് വെക്കാം. നല്ലതുപോലെ വെട്ടിത്തിളക്കട്ടെ. 10-11 മീനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വറക്കാനാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി നമ്മൾ
പെപ്പർ പൗഡർ, കുരുമുളക്, നല്ല മുളകെന്ന് പറയും. അപ്പോൾ നല്ല മുളക്, ഇതിലേക്ക് മുളക് പൊടി, ഇച്ചിരി, ആവശ്യത്തിന് ഉപ്പ്, ഇത് ഒരല്പം വെളിച്ചെണ്ണ. ഞാൻ വെള്ളം ചേർക്കുന്നില്ല, ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയാണ് എടുക്കുന്നത്. ശകലം നേരം, ഒരു 5-10 മിനിറ്റ് നേരം നമ്മളിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് വെക്കണം. ഇതിൽ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വെക്കണം. നമുക്ക് ഒരു ചെറിയ തണുപ്പൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറികളായിട്ടുണ്ടോയെന്നൊന്ന് തുറന്ന് നോക്കാമേ. നല്ലതുപോലെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് കറിയൊക്കെ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മഴ പെയ്തത് കൊണ്ടാണ് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ കറിയൊക്കെ ആവശ്യത്തിനൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് വറ്റണ്ടേ. അതുപോലെ 2 സൈസ് കറി. ഇതിനിവിടെ വറുത്തരച്ച് കറി എന്ന് തന്നെയാണ് ഇതിന് പറയുന്നത്. ഇത് പച്ചക്കരച്ചെന്നും പറയാം. അപ്പോൾ 2 കറികളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊക്കെ ഇതൊന്ന് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. വറക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ മീൻ അതിലേക്ക് വെച്ചെടുക്കാം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാൻ എൻ്റെ മീനുകളെല്ലാം പറക്കി ഇങ്ങനെ വെക്കുകയാണ്. എല്ലാ മീനും നമുക്കിതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാ മീനും ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മുരിഞ്ഞ് വരട്ടെ ഒരു സൈഡ്. അപ്പോഴേക്കും നമുക്ക് തിരിച്ചിടാം. മീനിവിടെ മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മീനൊന്ന് തിരിച്ചിടാം. വലിയ മീനാണെങ്കിൽ ഞാൻ പിന്നെ വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർക്കാറുണ്ട്. കൊച്ചുള്ളി, വെളുത്തുള്ളി ഇതൊക്കെ ചേർക്കും. ഇതിപ്പം ചാളയായതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചേർക്കാത്തത്. ചേർക്കുന്നവർ കാണും. ഞാൻ ചേർക്കാറില്ല, ചാളയിലൊന്നും ചേർക്കാറില്ല. നല്ല മഴ പുറത്തോട്ട്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.